അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് നിരവധി നയങ്ങൾ മാറ്റിയതിനെ തുടർന്ന് 15 ലക്ഷത്തിലധികം കുടിയേറ്റക്കാർക്ക് അവരുടെ താൽക്കാലിക നിയമപരമായ സ്റ്റാറ്റസ് നഷ്ടപ്പെടാൻ പോകുകയോ ചെയ്യുകയാണ്. ഇതിൽ ജോലി ചെയ്യാനുള്ള അനുമതിയും നാടുകടത്തിൽ നിന്നുള്ള സംരക്ഷണവും ഉൾപ്പെടുന്നുണ്ട്. ഇത്രയധികം ആളുകൾക്ക് ഒരേ സമയം നിയമപരമായ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നത് സമീപകാല അമേരിക്കൻ ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്തതാണെന്ന് കുടിയേറ്റ നയവിദഗ്ധർ പറയുന്നു. ട്രംപ് ഭരണകൂടം 1 ദശലക്ഷത്തിലധികം ആളുകൾക്ക് താൽക്കാലിക സംരക്ഷിത സ്റ്റാറ്റസ് അവസാനിപ്പിക്കുകയും ഏകദേശം 5 ലക്ഷം പേർക്ക് ലഭിച്ചിരുന്ന മാനുഷിക പരിഗണന പിൻവലിക്കുകയും ചെയ്തതായി സ്റ്റേറ്റ് ന്യൂസ് റൂം എന്ന സംഘടനയുമായി സംസാരിച്ച വിദഗ്ധർ വ്യക്തമാക്കി. ഇത്രയധികം ആളുകൾക്ക് ഒരേ സമയം അവരുടെ കുടിയേറ്റ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നത് നമ്മുടെ രാജ്യം മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ US ഇമിഗ്രേഷൻ പോളിസി പ്രോഗ്രാം അസോസിയേറ്റ് ഡയറക്ടർ ജൂലിയ ഗലാറ്റ് പറഞ്ഞത്. നിയമപരമായ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നതിന്റെ നേരിട്ടുള്ള ഫലം തൊഴിൽ മേഖലയിലാണ്. വലിയൊരു വിഭാഗം ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടും. 1 വർഷത്തിനുള്ളിൽ 1 ദശലക്ഷത്തിലധികം ആളുകൾക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള അനുമതി നഷ്ടപ്പെടുന്നത് ഗൗരവമേറിയ കാര്യമാണ്. ഇത് തൊഴിൽദാതാക്കൾക്കും സമൂഹങ്ങൾക്കും കുടുംബങ്ങൾക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ തിരിച്ചടിയാണെന്ന് ഗലാറ്റ് കൂട്ടിച്ചേർത്തു. ഈ നടപടികൾക്കെതിരെ കുടിയേറ്റ അവകാശ ഗ്രൂപ്പുകളും TPS സ്വീകർത്താക്കളും നിരവധി കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ നിയമവിരുദ്ധമാണെന്നാണ് അവർ വാദിക്കുന്നത്. ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ സമൂഹത്തിനെതിരെയുള്ള ആക്രമണത്തിന്റെ തുടർച്ചയാണ്. പ്രത്യേകിച്ച് TPS പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഇത് പലരുടെയും ജീവിതം നിലനിർത്തുന്ന ഒരു നല്ല പ്രോഗ്രാമായിരുന്നു. എൽ സാൽവഡോറിൽ നിന്നുള്ള TPS സ്വീകർത്താവും നാഷണൽ TPS അലയൻസിന്റെ കോർഡിനേറ്ററുമായ ജോസ് പാൽമ പറഞ്ഞു. നാഷണൽ TPS അലയൻസ് നിരവധി നിയമ പോരാട്ടങ്ങളിൽ പങ്കാളികളാണ്. താൽക്കാലിക സംരക്ഷിത സ്റ്റാറ്റസ് അല്ലെങ്കിൽ TPS എന്താണെന്ന് നോക്കാം. യുദ്ധം, അക്രമം, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മറ്റ് അസ്ഥിരമായ സാഹചര്യങ്ങൾ കാരണം സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് നൽകുന്ന സ്റ്റാറ്റസ് ആണ് താൽക്കാലിക സംരക്ഷിത സ്റ്റാറ്റസ്, അതായത് TPS. 1990-ൽ കോൺഗ്രസ് ഒരു ഹ്രസ്വകാല നടപടിയായാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത്. ഈ അനുമതികൾ 6 മുതൽ 18 മാസം വരെ നീണ്ടു നിൽക്കും. ഇത് പുതുക്കേണ്ടതുണ്ട്. ഓരോ തവണയും സ്വീകർത്താക്കൾ പശ്ചാത്തല പരിശോധനകൾക്ക് വിധേയരാകണം. എന്നാൽ ഈ സ്റ്റാറ്റസ് പൗരത്വം നേടാനുള്ള വഴി നൽകുന്നില്ല. പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് TPS, മാനുഷിക പരിഗണന എന്നിവ വിപുലീകരിച്ചിരുന്നു. ഇത് റിപ്പബ്ലിക്കന്മാരിൽ നിന്ന് വിമർശനം നേരിട്ടു. ഈ വർഷം ആദ്യം നടന്ന സെനറ്റ് സ്ഥിരീകരണ ഹിയറിംഗിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം TPS അംഗീകാരങ്ങൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അവലോകനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഈ പ്രോഗ്രാം ബൈഡൻ ഭരണകൂടം ദുരുപയോഗം ചെയ്യുകയും വളച്ചൊടിക്കുകയും ചെയ്തു. ഇനി അത് അനുവദിക്കില്ല എന്നാണ് നോം പറഞ്ഞത്. ട്രംപ് ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 17 രാജ്യങ്ങളിൽ നിന്നുള്ള 1.3 ദശലക്ഷത്തിലധികം കുടിയേറ്റക്കാർ TPS പരിരക്ഷയിൽ ഉണ്ടായിരുന്നു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഈ സംഖ്യ ഏകദേശം 4 ലക്ഷമായിരുന്നു. പ്രസിഡന്റ് ബൈഡന്റെ കീഴിൽ ഏകദേശം 1 ദശലക്ഷം പുതിയ ആളുകൾ TPS സംരക്ഷണം നേടി. ഇപ്പോൾ വളരെ വേഗത്തിലുള്ള ചുരുങ്ങലും കാണുന്നു എന്നാണ് ഗലാറ്റ് പറഞ്ഞത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇത്രയധികം ആളുകൾക്ക് TPS ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോം 11 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് TPS അവസാനിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആകുമ്പോഴേക്കും 1 ദശലക്ഷത്തിലധികം ആളുകൾക്ക് സംരക്ഷണം നഷ്ടപ്പെടും. ദക്ഷിണ സുഡാനിൽ നിന്നുള്ളവർക്ക് ഈ വർഷം ആദ്യം 6 മാസത്തേക്ക് സംരക്ഷണം നീട്ടി നൽകിയിരുന്നു. എന്നാൽ ജനുവരിയിൽ അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എത്യോപ്യയുടെ TPS അംഗീകാരം ഡിസംബർ 12-ന് പിൻവലിച്ചു. അഫ്ഗാനിസ്ഥാൻ, ബർമ്മ, കാമറൂൺ, ഹെയ്ത്തി, ഹോൺഡുറാസ്, നേപ്പാൾ, നിക്കരാഗ, സിറിയ, വെനസ്വേല എന്നിവയാണ് ബാധിക്കപ്പെട്ട മറ്റ് രാജ്യങ്ങൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ആളുകൾക്ക് അവരുടെ നിയമപരമായ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇമിഗ്രേഷൻ സ്റ്റഡീസ് ഡയറക്ടർ ഡേവിഡ് ബിയർ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. ഇത് തികച്ചും അഭൂതപൂർവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തുടനീളം ഈ പ്രത്യാഘാതങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് ബിയർ പറഞ്ഞു. ഫ്ലോറിഡയിൽ 4 ലക്ഷത്തിലധികം TPS സ്വീകർത്താക്കളുണ്ട്. ടെക്സസിൽ ഏകദേശം 1,50,000 പേരുണ്ട്. നിർമ്മാണ, ആരോഗ്യ സംരക്ഷണം പോലുള്ള വ്യവസായങ്ങൾ TPS തൊഴിലാളികളെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ ഈ പ്രതിസന്ധി നേരിടേണ്ടി വരും. ഹെയ്തിയിലും വെനസ്വേലയിലും ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടുന്നു. TPS നഷ്ടപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഹെയ്തിയിൽ നിന്നും വെനസ്വേലയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരാണ്. ഏകദേശം 9,35,000 ആളുകളെ ഇത് ബാധിക്കും. ഇതിൽ ഏകദേശം 6,05,000 പേർ വെനസ്വേലയിൽ നിന്നുള്ളവരാണ്. അവർക്ക് ആദ്യമായി സംരക്ഷണം ലഭിച്ചത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്താണ്. ജനുവരി 2021-ൽ അദ്ദേഹത്തിന്റെ അവസാന ദിവസം പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ കീഴിലുള്ള അസ്ഥിരത ചൂണ്ടിക്കാട്ടി ഡെഫേർഡ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർച്ചർ പ്രകാരം 18 മാസത്തെ നാടുകടത്തൽ സംരക്ഷണം ഭരണകൂടം നൽകി. TPSന് പുറമെ മാനുഷിക പരിഗണനയും, അതായത് ഹ്യൂമാനിറ്റേറിയൻ പരോളും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ബൈഡന്റെ ഭരണകാലത്ത് ഏകദേശം 7,50,000 കുടിയേറ്റക്കാർക്ക് പരോൾ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ സ്റ്റാറ്റസ് ലഭിച്ചു. ഇത് പ്രധാനമായും റഷ്യയുടെയും യുക്രൈൻ യുദ്ധത്തോടും മധ്യ അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെയും ഭാഗമായാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ക്യൂബ, ഹെയ്തി, നിക്കരാഗ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള 5,32,000 പേർക്ക്
അഫ്ഗാനികൾക്ക് പരോൾ അവസാനിപ്പിക്കാൻ നീക്കം നടത്തിയിട്ടുണ്ട്. ഇത് അവരെ നാടുകടത്ത നടപടികൾക്ക് വിധേയരാക്കും. താൽക്കാലിക കുടിയേറ്റ സ്റ്റാറ്റസുകൾക്ക് നേരെ നമ്മൾ കാണുന്ന ആക്രമണങ്ങളുടെ പ്രവാഹം, പ്രത്യേകിച്ച് മാനുഷിക പരിഗണനയിൽ ഊന്നിയുള്ളവ, വളരെ വേദനാജനകവും ആശങ്കാജനകവുമാണ് എന്ന് CASAയിലെ സൂപ്പർവൈസിംഗ് ഇമിഗ്രേഷൻ അറ്റോർണി ആലിസ് ബാരറ്റ് പറഞ്ഞു. ചില ഗ്രൂപ്പുകൾക്ക് ഇപ്പോഴും ഇളവുകൾ ലഭിക്കുന്നുണ്ട്. 2022 റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം എത്തിയ 1,40,000 യുക്രൈനിയക്കാർക്കും US പിന്മാറ്റത്തിന് ശേഷം ഒഴിപ്പിച്ച 76,000 അഫ്ഗാനികൾക്കും DHS പരോൾ നിലനിർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഒരു നാഷണൽ ഗാർഡ് വെടിവെപ്പിനെ തുടർന്ന് ഒരു അഫ്ഗാൻ പൗരൻ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെട്ട സംഭവത്തിന് ശേഷം നിരീക്ഷണം വർദ്ധിപ്പിച്ചു. അതിനുശേഷം അഫ്ഗാനികൾക്കുള്ള കുടിയേറ്റ രേഖകൾ നിർത്തിവെച്ചിട്ടുണ്ട്.